നമസ്കാരം, ഞാൻ ഡോക്ടർ സായിജി ടോക്സിലേക്ക് സ്വാഗതം. നമ്മുടെ പല്ലുകളുടെ ആരോഗ്യം എത്രമാത്രം നമ്മുടെ ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങളുടെ ആരോഗ്യത്തെ ബാധിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് സത്യത്തിൽ ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് സാധാരണഗതിയിൽ പല്ലുകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളിൽ പലരും പൊതുവെ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം, അതിന് വേണ്ടത്ര പരിഗണന കൊടുക്കാതിരിക്കുക. പിന്നെ ഒരു പ്രത്യേക സമയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെന്ന് പല്ലടയ്ക്കാൻ ശ്രമിക്കുക. പല്ലടയ്ക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അത് അടയ്ക്കാൻ പറ്റാത്ത രീതിക്ക് അതിൻ്റെ ക്യാവിറ്റി ഒരുപാട് കൂടുക എന്ന് പറയുക. ചില ആൾക്കാർ ഒരുപക്ഷെ RCT റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് പോലെ ചില ഓപ്ഷൻസ് വെച്ചിട്ട് അത് നിലനിർത്താൻ ശ്രമിക്കുന്നു. മറ്റു ചിലർ പിന്നെ ഒരു പരിധി കഴിഞ്ഞിട്ട് ഈ പല്ല് എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് ഇത് ശരിക്കും കൃത്യമായ സമയത്ത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും അങ്ങനെ ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം. ഒരു നിവൃത്തിയുമില്ലാത്ത സാഹചര്യത്തിലാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ പോകുന്നത്. എന്നാൽ പല്ലിന് വളരെയധികം പ്രാധാന്യമുണ്ട്, പല്ലിൻ്റെ ആരോഗ്യത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ്. പലപ്പോഴും നമ്മൾ ഒരു ചൊല്ല് തന്നെ പറഞ്ഞ് കേൾക്കാറുണ്ട്, പല്ല് നന്നായാൽ പാതി നന്നായി എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു പല്ലിന് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് തന്നെ വേണമെങ്കിൽ ഡെൻ്റൽ ആബ്സസ് എന്ന് പറയുന്ന തരത്തിൽ അതിൻ്റെ മോണയ്ക്ക് താഴെ പഴുപ്പ് കാര്യങ്ങളൊക്കെ കെട്ടി വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിൽ ഡെൻ്റൽ ആബ്സസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ഇതൊന്നുമല്ലാതെ തന്നെ ഇത് വായിലോ മോണയിലോ പല്ലിലോ ഒതുങ്ങി നിൽക്കാതെ ഇത് മറ്റു പല അവയവങ്ങളെയും വളരെ അധികം ബാധിക്കുന്നു എന്നുള്ള ഒരു സ്ഥിതിയും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് കേടുപറ്റിയ പല്ലുകളിൽ നിന്നും പല്ലിൻ്റെ അവിടെ ഉണ്ടാകുന്ന ബാക്ടീരിയ മിക്കവാറും സ്ട്രെപ്റ്റോകോക്കലായിരിക്കണം, അങ്ങനെയുള്ള ഇൻഫെക്ഷൻ, ആ ഒരു ബാക്ടീരിയ കാര്യങ്ങളൊക്കെ നമ്മുടെ മറ്റ് അവയവങ്ങളിലും എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. പ്രധാനമായും സാധാരണ പല്ലിൻ്റെ തൊട്ടടുത്തുള്ള നമ്മുടെ ഈ സൈനസ് ക്യാവിറ്റികൾ അറകളിലെ ചെന്നെത്തുന്നു, ഈവൻ ബ്രെയിനിൽ വരെ ചെന്നെത്താമെന്നുള്ളതാണ്. അതിലുപരിയായി ഈ പറയുന്ന രോഗാണു അല്ലെങ്കിൽ ഈ ബാക്ടീരിയ നമ്മുടെ ആക്സിഡൻ്റായിട്ട് നമ്മളെ ബ്ലഡ് സ്ട്രീമിനകത്ത് കയറി അത് നേരെ നമ്മളെ ഹൃദയത്തിലെത്തുകയും ഹൃദയത്തിൻ്റെ ഭിത്തികളിൽ അത് കേടുപാടുകൾ വരുത്തുകയും ഈവൻ ഹൃദയത്തിൻ്റെ വാൽവുകളിൽ തന്നെ കേടുപാടുകൾ വരുത്തുവാൻ തക്ക കഴിവുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ സാധാരണ നമ്മൾ പറയുന്നത് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് എന്നാണ്. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് നമ്മൾ ഉള്ള ഒരു പഠന റിപ്പോർട്ടിൽ, അതായത് ഹിരോഷിമയിൽ നടന്ന ഒരു റിസർച്ച് പേപ്പറിൽ ഒരു പഠന റിപ്പോർട്ടിൽ അവർ കണ്ടെത്തിയിരിക്കുന്നത് ഈ മോണയിലുണ്ടാകുന്ന അല്ലെങ്കിൽ പല്ലിലുണ്ടാകുന്ന മോണയിലുണ്ടാകുന്ന പി ജിഞ്ചിവാലിസ് എന്ന് പറയുന്ന ഒരു തരം ബാക്ടീരിയ ഇതുപോലെ തന്നെ ബ്ലഡ് സ്ട്രീമിനകത്ത് ആക്സിഡൻ്റായിട്ട് കടന്നുകൂടുകയും അത് നേരെ വന്ന് നമ്മളെ ഹൃദയത്തിൻ്റെ മുകളിലുള്ള അറകളിൽ ഏട്രിയ എന്ന് പറയും, ഏട്രിയത്തിനകത്ത് എത്തുകയും അവിടെ എത്തിയതിന് ശേഷം ചില കേടുപാടുകൾ ഹൃദയത്തിൻ്റെ ഇതിനുണ്ടാക്കി ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാക്കുന്നതായി ഇപ്പോൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് ശരിക്കും അത് ഹൃദയത്തിൻ്റെ ഒരു താളം തെറ്റിയുള്ള ഒരു പ്രവർത്തന രീതി. ആ താളം തെറ്റിയുള്ള ഒരു പ്രവർത്തന രീതി തന്നെ പലപ്പോഴും ഹൃദയസ്തംഭനോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയ പല തരത്തിലുള്ള ഗുരുതരമായ ഹൃദയത്തിൻ്റെ ഹൃദ്രോഗങ്ങൾക്ക് വഴിവെക്കുന്ന തരത്തിലുള്ള അവസ്ഥ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പം നോക്കൂ, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പല്ലിലാണ് പ്രശ്നം. ആ പല്ലിൻ്റെ കേട് എന്തുമാത്രം നമ്മുടെ അവയവങ്ങളെ ബാധിക്കുന്നു, എവിടേക്കാണ് ആ പ്രശ്നങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റൂട്ട് ആബ്സസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഈ റൂട്ട് ആബ്സസ് തന്നെ അത് ഡെൻ്റൽ ആബ്സസ് അത് എന്താണെന്ന് വെച്ചാൽ അത് ഒരു പക്ഷേ ഒരു പരിധി കഴിഞ്ഞു പോയാൽ വേണമെന്നുണ്ട് എങ്കിൽ അത് നമുക്ക് നമ്മുടെ കീഴ്ത്താടിയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കുന്നുള്ളതാണ്. അതിനെ ഓസ്റ്റിയോമൈലൈറ്റിസ് എന്ന് പറയും. അത് ബാക്ടീരിയ കൊണ്ട് പല കാരണങ്ങൾക്കും ഉണ്ടാകുന്നുണ്ട്. എങ്കിൽ പോലും കീഴ്ത്താടിയെ ബാധിക്കുന്ന അല്ലെങ്കിൽ കീഴ്ത്താടിക്ക് ക്ഷതമേൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രശ്നത്തിലോട്ട് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് കാര്യം പറയാനുള്ളത്. പിന്നെ ഈ നമ്മുടെ ഹൃദയത്തിൽ എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ആസ്പിറേറ്റ് ചെയ്ത് നമ്മൾ ഈ പറയുന്ന രോഗാണുക്കൾ വേണമെങ്കിൽ നമ്മളെ ശ്വാസകോശത്തിനകത്ത് എത്താമെന്നുള്ളതാണ്. ആ ശ്വാസകോശത്തിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ചുരുക്കത്തിൽ ന്യൂമോണിയ പോലുള്ള അസുഖങ്ങൾ
ഉണ്ടാകാനും ഇത് കാരണമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ മോണയുടെ ആരോഗ്യം എത്രമാത്രമാണ് നമ്മുടെ ശരീരത്തിൻ്റെ പൊതുവായ ആരോഗ്യം അല്ലെങ്കിൽ ബാക്കി അവയവങ്ങളുടെ ആരോഗ്യത്തിന് ആയി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ പല്ലിൻ്റെ പരിചരണം അല്ലെങ്കിൽ മോണയുടെ ആരോഗ്യം വളരെ പരമപ്രധാനമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും അല്ലെങ്കിൽ അത് അനുസരിക്കേണ്ടതുമായ ഒന്നാണ്. ഒരു വിധത്തിലും നമുക്ക് പല്ലിൻ്റെ ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവഗണിക്കാൻ പറ്റുന്നതല്ല. അത്രമാത്രം ഇമ്പോർട്ടൻസ് അതിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഈ മോണ രോഗം അല്ലെങ്കിൽ പല്ലിൻ്റെ പ്രശ്നത്തിന് എന്താണ് അതിൻ്റെ പ്രതിവിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അത് വ്യക്തി ശുചിത്വം തന്നെയാണ്. പല്ലിൻ്റെ ആരോഗ്യം നിലനിർത്തുന്ന തരത്തിലുള്ള കാൽഷ്യം അടങ്ങിയ ഭക്ഷണം അതൊക്കെ കഴിക്കുക എന്നുള്ളതും, അപ്പോൾ ചുരുക്കത്തിൽ രണ്ട് വശവും വെച്ച് ചവയ്ക്കണം എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. പിന്നെ പല്ലിൻ്റെ വൃത്തി ശുദ്ധി സംബന്ധിച്ച് നമ്മൾ രാവിലെയും രാത്രിയും പല്ല് ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ് പൊതുവെ ഒരു പറച്ചിൽ തന്നെ ഉള്ളത്. രാവിലെയുള്ള നമ്മൾ ബ്രഷ് ചെയ്യുന്നത് സൗന്ദര്യത്തിനും രാത്രി ബ്രഷ് ചെയ്യുന്ന ആരോഗ്യത്തിനും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ എത്ര പേരാണ് രാത്രി കൃത്യമായി ബ്രഷ് ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ നിവൃത്തിയില്ല. കാരണം അത് രാവിലത്തേതുപോലെ തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് രാത്രിയും തീർച്ചയായും ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ്. ബ്രഷ് ചെയ്യുന്നതിനോടൊപ്പം ഫ്ലോസിങ് എന്നൊക്കെ ഒരു പ്രക്രിയയുണ്ട്. ഫ്ലോസിങ് സാധാരണ പല്ലുകൾക്ക് ബ്രഷ് ചെയ്താലും പോകാത്ത തരത്തിലുള്ള ചില ഫുഡ് പാർട്ടിക്കിൾസ്, ആഹാര പദാർത്ഥങ്ങൾ നമ്മുടെ പല്ലുകൾക്കിടയിൽ കുടുങ്ങിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് മാറ്റി കളയണം എന്നുള്ളത് തന്നെയാണ്. അത് കളഞ്ഞേ തീരും. അത് കളഞ്ഞ് ആ ആരോഗ്യം നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ശാസ്ത്രം പറയുന്നത് ഫ്ലൂറൈഡ് അടങ്ങിയ പേസ്റ്റ് കൊണ്ട് 2 നേരം പല്ല് തേക്കണം എന്നുള്ളതാണ്. എന്നാൽ പഴമക്കാരിലും പണ്ട് പല ആൾക്കാരും പറഞ്ഞു വരുന്നതും അനുഭവത്തിൽ നിന്ന് പലരും പങ്കുവയ്ക്കുന്നതായ ഒരു കാര്യം, പഴുത്ത മാവലയും പല്ലിൻ്റെ ആരോഗ്യവും തമ്മിലുള്ള ഒരു ബന്ധമാണ്. പഴുത്ത മാവലയിൽ ഒരു പക്ഷേ പഴുത്ത മാവല ചവച്ചരച്ച് തുപ്പിക്കളയുകയോ അല്ലെങ്കിൽ പഴുത്ത മാവല സോഫ്റ്റാക്കിയതിന് ശേഷം പല്ല് തേക്കുകയോ ചെയ്യുന്നൊരു പ്രവണത പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്നുണ്ട്. പക്ഷേ മാവലയുടെ ശാസ്ത്രീയമായി നമ്മൾ അറിയപ്പെടുന്നത് മാഞ്ചിഫറ ഇൻഡിക്ക എന്നാണ്. ഇതിൻ്റെ ഒരു പക്ഷേ ഒരു ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടിയോ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയോ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയോ ഒക്കെ ഉള്ള, അതായത് ഈ രോഗാണുക്കളെ തടയാനുള്ള അതിൻ്റെ ഒരു കഴിവോ അല്ലെങ്കിൽ മോണയുടെ കോശങ്ങളെ കൂടുതൽ ആരോഗ്യപ്രദമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള മാവലയുടെ കഴിവൊക്കെ ആയിരിക്കാം ഇത്തരമൊരു കാര്യം പഴമക്കാർ സ്വീകരിച്ച് പോയിരുന്നു എന്നാണ് പറയാനുള്ളത്. പക്ഷേ എങ്കിൽ പോലും ആ മാവലയിൽ തന്നെ സാധാരണഗതിയിൽ നമ്മൾ അത് ഒന്ന് മിനുസപ്പെടുത്താതെ അല്ലെങ്കിൽ ഒന്ന് പരിപ്പപ്പെടുത്താതെ പദപ്പെടുത്താതെ നമ്മളത് വളരെ ഒരുപക്ഷെ റഫാറ്റ് എടുത്ത് നമ്മുടെ പല്ലുകളിലേക്ക് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ഇനാമലിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥിതിയിലോട്ട് അത് കൊണ്ടെത്തിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരുവിധ തർക്കവുമില്ല. അപ്പോൾ ഏത് മാർഗം അവലംബിച്ചാലും ഏത് മാർഗം സ്വീകരിച്ചിരുന്നാലും നമ്മൾ ദന്തശുദ്ധി എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു സംഭവമാണ്. മാത്രമല്ല സാമൂഹ്യമായി ഇടപെടുന്ന മനുഷ്യന്, സാമൂഹികമായ ചുറ്റുപാടുകളിൽ ജീവിക്കുന്നവന്, പലരുമായി നിരന്തരം സമ്പർക്കം ഉണ്ടാവേണ്ട ഒരു മനുഷ്യന് ഒരുപക്ഷെ ഈ പല്ലിൻ്റെ രോഗം കൊണ്ട് അവനെ മോണയ്ക്ക് രോഗം ബാധിക്കുകയും അല്ലെങ്കിൽ അതുകൊണ്ട് പയോറിയ അല്ലെങ്കിൽ വാനാറ്റം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവനിൽ തന്നെ ഒരു അപകർഷതാ ബോധം ഉണ്ടാവുകയും സമൂഹത്തിൽ നിന്ന് ഉൾവലിയാനുള്ള ഒരു പ്രവണതയുണ്ട്. ഒരുപക്ഷെ കുട്ടിക്കാലം തൊട്ടേ കുട്ടികളിൽ തൊട്ട് തന്നെ നമ്മളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എന്തിനേറെ ഒരുപക്ഷെ അവൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ പോലും വ്യക്തിപരമായി പലപ്പോഴും പലരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രശ്നമായി കണ്ടുവരുന്നത് പങ്കാളികളിൽ ആരെങ്കിലും ഒരാളുടെ മോണരോഗമോ അല്ലെങ്കിൽ പല്ലിൻ്റെ കേടുപാടുകൾ കൊണ്ടുണ്ടാകുന്ന ദുർഗന്ധമോ ഒക്കെ ആയിരിക്കാം. ചുരുക്കത്തിൽ ആരോഗ്യപരമായ ഒരു ജീവിതത്തിന് തീർച്ചയായും ദന്തസംരക്ഷണം വളരെ അത്യാവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല്ല് നന്നായാൽ പാതി നന്നായി എന്ന് പറഞ്ഞതുപോലെ നമുക്ക് വളരെ സന്തോഷവും എന്നും ആരെ നോക്കിയും ചിരിക്കുവാനുള്ള ഒരു മനസ്സുമൊക്കെ വരുവാൻ നമ്മുടെ ഈ പറയുന്ന ദന്തശുദ്ധീകരണത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് മാത്രം എന്ന് നിങ്ങളോട് ഈ വിവരം പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.